എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിലവിലുള്ള സർക്കാരിന്റെ കാലത്തെ അവസാന ക്ഷേമ പെൻഷനും വിതരണം ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് മുമ്പ് സർക്കാർ മാറിയിരിക്കും. അതായത് LDF ആയാലും UDF ആയാലും പുതിയൊരു ഭരണസമിതിയാണ് അധികാരത്തിൽ വരിക. മെയ് 4-ാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ LDF വന്നാലും UDF വന്നാലും പുതിയൊരു ഭരണസമിതി ആയിരിക്കും അധികാരത്തിൽ വരിക. അതിനുശേഷമാണ് ഇനി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക. മുൻകൂട്ടി ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് നേരത്തെ വിതരണം ചെയ്യുന്ന അതാത് സമയത്തിൽ വിതരണം ചെയ്യും എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ മെയ് മാസം 25-ാം തീയതിയോട് കൂടിയിട്ട് 2000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ കയ്യിലും വിതരണം ഉണ്ടാകും. അതല്ലാതെ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ സർക്കാർ പറഞ്ഞിരുന്നു. അതിനുള്ള സമയപരിധി ഒരുപാട് നീട്ടി നൽകിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം മാർച്ച് 31 ആയിരുന്നു. അത് ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് നീട്ടിക്കൊണ്ട് ജൂൺ 30-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാ സ്ത്രീകളും ഈ രേഖകൾ സമർപ്പിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട ചുരുക്കം ചില ആളുകളുണ്ട്. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം പല ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. നാളിതുവരെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് നൽകാത്ത 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ വാങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതിനും സമയപരിധി ഈ 30-ാം തീയതി വരെയാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസത്തേത് ലഭിക്കും. അത് കുടിശ്ശിക ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് വിവരം. ഒരു മാസത്തേതായിരിക്കും ലഭിക്കുക. 1600 രൂപ വീതം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കളാണ് ഇതിനകം വിതരണം ചെയ്തത്. ഏപ്രിൽ മാസത്തെ തുക ഇലക്ഷന് മുമ്പ് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല. അപ്പോൾ ഇനി എന്ന് ലഭിക്കും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ താമസം ഉണ്ടാകും എന്നാണ്. അപ്പോൾ 25-ാം തീയതിയോടുകൂടി ഇതിന്റെ വിതരണം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതലൊന്നും താമസിക്കില്ല. ആ ഒരു വിതരണം ഉണ്ടാകും. 1-ാം ഗഡു ലഭിച്ചു, 2-ാം ഗഡു ലഭിക്കാത്ത ആളുകൾക്ക് 3-ാം ഗഡുവിനോടൊപ്പം 2-ാം ഗഡു 2000 രൂപ, അതായത് 1000 ആയിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ ആയിരിക്കും. അപേക്ഷ നൽകിയിട്ടും 80,000-ത്തോളം ആളുകളുടെ ഇത് റിജക്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 32 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർ അപേക്ഷ സമർപ്പിക്കുക. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഈ മാസം ഇനിയില്ല. ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ ഇല്ല. അടുത്ത മാസത്തിലാണ് ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കുക. 20-ാം തീയതിക്ക് ശേഷം ആലോചിച്ചാൽ മതി 2000 രൂപ ലഭിക്കുന്നത്. അങ്ങനെയാകും. അല്ലാതെ അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.